കൊടും ക്രിമിനലുകളായ 18 പേർ ഭവനഭേദനവും കാർമോഷണവും കൊള്ളയും കൊലപാതക ശ്രമവും അടക്കം 150-ലധികം രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങൾ. അവരിൽ 9 പേരിപ്പോൾ ജാമ്യത്തിലിറങ്ങി അവരുടെ ക്രിമിനൽ ജീവിതം അവിരാമം തുടരുന്നു. 6 പേർ അനുവദിച്ചു കിട്ടാനിരിക്കുന്ന ജാമ്യത്തെ കനവു കണ്ട് പുറത്തിറങ്ങിയാലുടൻ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഫലമോ സമാധാനകാംക്ഷികളായ സാധാരണ ജനത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. എവിടെയാണ് പിഴയ്ക്കുന്നത്? ക്രിമിനലുകളെ പാർപ്പിക്കാൻ സൗകര്യമോ അവരെ പരിപാലിക്കാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥരോ ഇല്ലാത്ത അവസ്ഥ അരാജകത്വം വിതയ്ക്കുന്നു. ആരോഗ്യ പരിപാലകരില്ലാത്ത കാനഡ രോഗാതുരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുന്നു. ആരോഗ്യകരവും സമാധാനമുള്ളതുമായ കാനഡയിലേക്ക് ഇനി എത്ര ദൂരം? ആജീവനാന്തം അകത്ത് കിടക്കേണ്ട ക്രിമിനലുകൾ ആരെയും കൂസാതെ പുറത്ത് വിലസുന്നതും ആരോഗ്യ കാനഡയുടെ കിതപ്പും നമ്മെ ബാധിക്കുന്ന ഒന്നാണ്. പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്.